മാജിദ വന്നതിന് ശേഷമാണ് ഒരു കൗൺസിലർ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനു മുമ്പിൽ 3 കൗൺസിലർമാരുണ്ട്. നജിമ ഹാഷിം 2 തവണ, മംഗള ശംസു 1 തവണ. ഇപ്പം മാജിദ വന്നതിന് ശേഷമാണ് ഈ സ്ട്രീറ്റ് ലൈറ്റും റോഡിലെ കാര്യം നടന്നത്. അതിന് മുൻപുള്ള ഞങ്ങളിപ്പോൾ ഏകദേശം 15 വർഷമായി. ഈ ലാസ്റ്റ് 5 വർഷം അല്ലാതെ അതിന് മുമ്പുള്ള 2 ടേമിലും ഈ കൗൺസിലർമാർ ഈ ഭാഗത്തേക്ക് കാണാറുണ്ടായിരുന്നില്ല. മാജിദ ഇങ്ങനത്തെ ഒരു കൗൺസിലർ ഇതുവരെയും പാലശ്ശേരി വാർഡിൽ ഉണ്ടായിട്ടില്ല. ഞാൻ 5 കൊല്ലത്തെ ഇവിടുത്തെ കൗൺസിലർ വർക്കിങ്ങിൽ ഇതുപോലത്തെ ഒരു വ്യക്തി ഈ ദേശത്ത് നല്ല കാര്യം ചെയ്തിട്ടില്ല. ഞാൻ മാജിദ അഷ്ഫാഖ്, തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 49-ാം വാർഡ് പാലശ്ശേരിയിലെ കൗൺസിലറാണ്. ആസ് എ കൗൺസിലർ എന്നുള്ളതിനേക്കാളും മോദനെ സിസ്റ്റർ എന്ന് പറയാം. അത്ര ആയിട്ട് നമ്മളോടെല്ലാം അടുപ്പത്തോടു കൂടി നിന്നിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു കയ്യെത്താവുന്ന ദൂരത്താണ് അവർ. നമ്മളിപ്പോൾ ഏത് സമയത്തായാലും എന്ത് വിളിച്ചാലും നമുക്ക് ഈ വാർഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തിരുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചാൽ വരാറുണ്ടായിരുന്നു. നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും എപ്പോൾ ഓടിയെത്തുന്ന ഒരു കൗൺസിലറാണ്. പാലശ്ശേരി വാർഡ് സാമാന്യം വലിപ്പമുള്ള വാർഡായതിനാൽ 4 അയൽസഭകളാക്കി മാറ്റുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വികസന കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതിനും വാർഡിലൊരു വികസന സമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടി ഒരു കർമ്മസമിതിക്കും രൂപം കൊടുത്തിട്ടുണ്ട്. ഞാൻ സാജിദ് കോമത്ത്, പാലശ്ശേരി വാർഡിൻ്റെ കർമ്മസമിതി കൺവീനറാണ്. കർമ്മസമിതി എന്ന് പറഞ്ഞാൽ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഞങ്ങളുണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് കർമ്മസമിതി. കഴിഞ്ഞ 5 വർഷക്കാലമായി വാർഡിൽ വിവിധ തരം വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട പ്രവർത്തനങ്ങളാണ് പൊതുമരാമത്ത് പ്രവൃത്തികൾ. വാർഡിൽ കായത്ത് റോഡ് റേഷൻ കട മുതൽ സീബ റെഡ് റോസ് വഴി ഹുദാപ്പള്ളി വരെയുള്ള റോഡ് 1/2 കിലോമീറ്റർ റോഡ് ഈ കാലയളവിൽ തുടക്കത്തിൽ തന്നെ ടാറിംഗ് ചെയ്ത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DYSP ഓഫീസ് പരിസരം തുടങ്ങി ഹുദാപ്പള്ളി വരെയുള്ള 1/2 കിലോമീറ്റർ റോഡും ഈ കാലയളവിലാണ് പൂർത്തീകരിച്ച് ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കിയത്. മടത്തിനമറ്റത്തിൽ വീട് മുതൽ അച്ചാറത്ത് റോഡ് ദിശ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ വഴി ഫെമി ജംഗ്ഷൻ വരെ ഈ കാലയളവിലാണ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. വാർഡിലെ ഇടവഴികൾ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത് എടുത്തു പറയേണ്ടതാണ്. അതിലേറ്റവും പ്രധാനമായത് ദിശ സാംസ്കാരിക കേന്ദ്രം മുതൽ മുഞ്ചത്തി ടൈലേഴ്സ് വരെയുള്ള ഇടവഴി കോൺക്രീറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ജോസ്ഗിരി കോൺവെന്റ് മുതൽ ഖാദി ബോർഡ് ജംഗ്ഷൻ വരെയും ശില്പ ടൈലേഴ്സ് മുതൽ ഈസ്റ്റ് പാലശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ ജംഗ്ഷൻ വരെയും കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. ചേറ്റങ്കുന്ന് റോഡിൽ ഷുക്കൂർഖാന ഷോപ്പ് മുതൽ നായംവീട് ഇടവഴി ഡിലൈറ്റ് വരെയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്ക വീട് മുതൽ നയാഗർ വീടിൻ്റെ ഇടവഴിയും സൽസബീൽ വരെയുള്ള ഭാഗവും കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. കടവത്ത് മാളിയക്കൽ കക്കോട്ട് വീട് മുതൽ കേസ് ലൈബ്രറി വരെയും ഇടവഴി കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. പാലശ്ശേരി ഹൈവേയിൽ നാഷണൽ ഹോട്ടൽ മുതൽ CV പാർക്ക് വരെ വരുന്ന ഭാഗങ്ങളിൽ ഡ്രെയിനേജിന് കവറിംഗ് സ്ലാബ് നാഷണൽ ഹൈവേയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു. തലശ്ശേരി നഗരസഭയുടെ പൊതു ഫണ്ടിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ട്രഷറി മുതൽ സബ് ജയിൽ, സ്റ്റേഡിയം ജുമാ മസ്ജിദ് ഇതുവഴി ഓവർബറിസ് ഫോളി വരെയുള്ള ഭാഗം ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കുകയും ചെയ്തു. മാജിദ അഷ്ഫാഖ് കൗൺസിലറായതിനു ശേഷം റോഡിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം വളരെ നന്ന നിലയിൽ തന്നെ വളരെ സ്പീഡപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോഡ് കുറെ മുമ്പേ കുറച്ച് മോശമായ സ്ഥിതിയായിരുന്നു. ഇപ്പോൾ കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സർക്കാർ പദ്ധതികൾക്ക് പുറമെ ജനകീയ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാജിദ അഷ്ഫാഖ് വിവിധ വികസന പദ്ധതികൾ വാർഡിൽ നടപ്പിലാക്കി. അതിലെടുത്തു പറയേണ്ടത് ഈസ്റ്റ് പാലശ്ശേരിയിൽ റെസിഡൻസ് അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ട് ഡ്രെയിനേജ് പുതുക്കിപ്പണിയുകയുണ്ടായി. 3.5 ലക്ഷം രൂപയുടെ ചെലവ് ആ പ്രവർത്തനത്തിൽ
ജനകീയമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. പൊതുമരാമത്ത് പ്രവർത്തനങ്ങളിൽ ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ട റോഡ് വർക്കാണ് ഈസ്റ്റ് ബാലുശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ റോഡ്. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ തൊണ്ടിയിൽ അബ്ദുൽ ഖാദർ, മുസ്തഫ പെരിങ്ങാടി, മുസ്തഫ, അതുപോലെ തന്നെ ഫിജുല സൗലക്ക, വിശ്വാസ് മഷൂർ, പ്രേമചന്ദ്രൻ പ്രശാന്തി എന്നിവരുമായി സഹകരിച്ചുകൊണ്ട് തകർന്നുപോയ ഡ്രെയിനേജ് 3.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പുനഃസ്ഥാപിക്കുകയും പിന്നീട് തലശ്ശേരി നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 12 ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് പുനർനിർമ്മിക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ ഈ വാർഡിലെ ഈസ്റ്റ് ബാലുശ്ശേരി റെസിഡന്റ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. പുതിയ മാജിദ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വീടുകളിൽ നിന്നുള്ള സഹകരണത്തോടുകൂടി ഓവുചാൽ നിർമ്മിച്ചു, പിന്നെ റോഡ് ടാർ ചെയ്തു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കൗൺസിലറായി ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ തന്നെ സവിശേഷമായ ഒരു ശ്രദ്ധ വാർഡിലെ തീരപ്രദേശമായ കടവത്ത് ഭാഗത്ത് വേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ റോഡ് കോൺക്രീറ്റിംഗ്, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ഇതിനെല്ലാം പുറമെ ഓരോ കുടുംബങ്ങളിലെയും വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ സ്ത്രീ ശാക്തീകരണ മേഖലയിലായാലും അതുപോലെ തന്നെ കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിലായാലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആഘോഷവേളകളിൽ സമ്മാനങ്ങളായി കടന്നു ചെല്ലുവാനും അവരുടെ വറുതിയുടെ നാളുകളിൽ അവർക്ക് ആശ്വാസമായും എത്തിച്ചേരുവാൻ കഴിയാവുന്നതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. മാജിദ നമുക്ക് എല്ലാ സഹായവും ചെയ്തു തരുന്നതാണ്. കാർഡ് പറഞ്ഞാൽ കംപ്ലൈന്റ് വന്നാൽ അന്നേരം ആളെ കൊണ്ടാണ്ട് ചെയ്തു തരും. പിന്നെ നോബിനെല്ലാം സഹായം നമുക്ക് ഒരേ വീട്ടിൽ എത്തിച്ചേരും ചെയ്യും. അപ്പം വിളിച്ചാൽ എല്ലാം ശരിയാക്കി തരുന്നുണ്ട്. കടവത്ത് ഭാഗത്തെ പ്രദേശവാസികളുടെ നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു അവരുടെ കടൽ ഭിത്തിയെ സംരക്ഷിക്കുക എന്നുള്ളത്. അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കടൽക്ഷോഭങ്ങൾ ഉണ്ടായിരുന്ന അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നും മോചനം നേടുന്നതിനു വേണ്ടി പ്രദേശവാസികളുമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ കലക്ടർക്കും പരാതി സമർപ്പിക്കുകയും അതിന്റെ ഭാഗമായി സ്ഥലം MLA എത്തിച്ചേരുകയും 15 ലക്ഷം രൂപ ഫണ്ടിൽ നിന്നും കടൽ ഭിത്തി സംരക്ഷിക്കുന്നതിന് നൽകുകയും ചെയ്തു. ഏറെക്കാലമായി ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സംഗതിക്ക് പരിഹാരം കാണാൻ ഈ കാലയളവിൽ സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനമായി കാണുന്നു. നമ്മളെ കടൽ ഭിത്തി വീണ സമയത്ത് നമ്മളായിട്ട് കൂടുതൽ സംസാരിക്കാനും അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത് മാജിദയാണ്. വാർഡിൻ്റെ ആരോഗ്യപരവും ശുചിത്വവും വിദ്യാഭ്യാസപരമായ മേഖലകളിൽ പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി ആസൂത്രിതമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചു. വാർഡിന്റെ വൃത്തിയുള്ള അന്തരീക്ഷത്തിന് മുഖ്യ ഊന്നൽ കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായി മഴക്കാല ശുചീകരണം, കാട് മൂടിയ പ്രദേശങ്ങൾ വെട്ടിത്തെളിക്കൽ, അതുപോലെ തന്നെ ഓവുചാലുകൾ വൃത്തിയാക്കൽ, കൃത്യമായ ഇടവേളകളിൽ സന്നദ്ധ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടും റെസിഡൻസ് അസോസിയേഷൻ അതുപോലെയുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ചെയ്തു പോന്നിരുന്നിട്ടുണ്ട്. വാർഡിനെ മാലിന്യവിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി പൈപ്പ് കമ്പോസ്റ്റ്, ബയോ കമ്പോസ്റ്റ് ബില്ല്, ബയോ കമ്പോസ്റ്റ് പോട്ട് എന്നിവ വിവിധ ഘട്ടങ്ങളിലായി വാർഡുകളിലെ വീടുകളിൽ വിതരണം ചെയ്തു. സ്ഥിരമായി പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ ശുചിയാക്കുകയും അവിടെ ക്യാമറകൾ സ്ഥാപിക്കുകയും പിന്നീടും അത് തുടർന്ന ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും പ്രദേശത്തെ മാലിന്യം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അതോടൊപ്പം വിദ്യാർത്ഥികളിലെ പരീക്ഷാ പേടി മാറ്റുന്നതിന്റെ ഭാഗമായി ഒരു ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കേളത്തുവളപ്പ് LP സ്കൂളിലെ 1ാം ക്ലാസ് ഒന്നാന്തരമാക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി അവിടെയുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി. പാലശ്ശേരി ദിശ സാംസ്കാരിക കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് വിവിധ ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ പലിശരഹിത അയൽക്കൂട്ടായ്മകൾ രൂപം കൊടുത്തു. വനിതാ ശാക്തീകരണ മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാലശ്ശേരി അംഗൻവാടിക്ക് മുകളിൽ വനിതാ സാംസ്കാരിക നിലയം പണികഴിപ്പിച്ചു. തലശ്ശേരി സ്പെഷ്യൽ സബ് ജയിലിൽ അവിടെയുള്ള ലൈബ്രറിയിലേക്ക് ദിശ സാംസ്കാരിക കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് അവിടെയുള്ള ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. കൗൺസിലർ മാജിദ അഷ്ഫാഖും അവരുടെ ടീമിലുള്ള ഷാജിദ് കോമത്തുമൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ക്ലബിനെ ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ പ്രദേശത്തുള്ള യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ
നടത്താൻ സാധിക്കുമെന്നും അതിൻ്റെ പിന്നെ ഒരു സാധ്യത അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബന്ധപ്പെട്ടത്. അത് മുഖേന നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ പിന്നെ ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൗൺസിലറുമായി സഹകരിച്ചിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ പിന്നെ പൈപ്പ് കമ്പോസ്റ്റ് വിതരണമായിരുന്നു. പൈപ്പ് കമ്പോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഏകദേശം 100ഓളം വീടുകളിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 50ഓളം വീടുകളിൽ നമുക്ക് മയക്കുഴി നിർമ്മാണം സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നഗരസഭയുടെ ഒരു സ്പോർട്സ് കിറ്റ് അത് കൗൺസിലർ മുഖേന പാലിശ്ശേരിയിലെ വിവിധ ക്ലബ്ബുകൾക്കും അതേപോലെ തന്നെ പ്രോക്സിമോക്കും ലഭിച്ചിരുന്നു. പിന്നെ നമ്മൾ നടത്തിയ വേറൊരു ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു പാലിശ്ശേരി നമ്മൾ ദിശ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ നമ്മളൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. അതിൽ പിന്നെ കൗൺസിലറായിരുന്നു നമുക്ക് പൂർണ്ണ പിന്നെ സപ്പോർട്ട് തന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർഡിൽ ഗ്രോ ബാഗുകളും അതുപോലെ തന്നെ മൺചട്ടികളും 4000-ഓളം ഗ്രോ ബാഗുകളും 1500-ഓളം മൺചട്ടികളിലും വിവിധ ഘട്ടങ്ങളിലായി വിതരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിൽ ആട്, പശു, കോഴിക്കൂടുകളും കോഴിയും വിതരണം നടത്തി. പാലിശ്ശേരി വാർഡിൽ നിന്ന് നമുക്ക് കോഴിക്കോടും കോഴിയും പദ്ധതിയിൽ 850 5 കോഴിയും ഒരു കൂടും ഇത് കിട്ടിയിരുന്നു. അതിലൊക്കെ പെരുമൺ തീറ്റി ഉണ്ടായിരുന്നു. മാജിദ ഇവിടുത്തെ പച്ചക്കറി കറ്റി തന്നിരുന്നു. അത് നന്നായിട്ട് ആ സമയത്ത് വളർന്നു. പച്ചമുളകും കൈപ്പക്ക, വെണ്ടക്ക, വഴുതിനിങ്ങ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലത് തന്നെ. ഇതുവരെ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും മാജിദാൻ്റെ എല്ലാം സക്സസ് ആയിട്ടുണ്ട്. അല്ലെന്നില്ല പൊതുജന പങ്കാളിത്തത്തോടുകൂടി ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയും വാർഡിലെ 20 സെന്റ് സ്ഥലത്ത് നടപ്പിലാക്കി. ടൗണിലെ വാർഡായിരുന്നിട്ട് പോലും വളരെ വിജയകരമായ രീതിയിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. വാർഡിലെ മുഴുവൻ വീടുകളിലും ജീവനി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിത്തും അതുപോലെ തന്നെ തൈകളും വിതരണം ചെയ്യുകയും ചെയ്തു. ഈ കൊറോണ കാലഘട്ടം നമ്മൾ അഭിമുഖീകരിച്ച വലിയൊരു പ്രതിസന്ധി കാലഘട്ടമാണ്. ലോക്ക്ഡൌൺ കാലയളവിൽ ആവശ്യമായ ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ മരുന്നുകളും വീടുകളിൽ എത്തിച്ചിരുന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളായി വേർതിരിച്ച സ്ഥലങ്ങളിൽ അവിടെയുള്ള കുടുംബാംഗങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ വന്നെത്തിയിട്ടുള്ള ആഘോഷങ്ങളിൽ പെരുന്നാൾ അതുപോലെ ഓണം എന്നീ സമയങ്ങളിലെല്ലാം അവരുടെ ആഘോഷങ്ങൾക്ക് സന്തോഷകരമാകുന്നതിന് വേണ്ടി ഭക്ഷ്യ കിറ്റുകളും നൽകി. ഈ കൊറോണ കാലഘട്ടത്തിൽ നല്ലോണം സഹായിച്ച ഒരു കൗൺസിലർ മജീദ് തന്നെയായിരുന്നു. അതിൽ യാതൊരു സംശയം നമുക്കില്ല. വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വാർഡുകളിൽ വന്നെത്തിച്ചേരുന്നവർക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങളും നിയമസഹായങ്ങളും നൽകി. ഇതിനൊക്കെ പുറമെ പ്രദേശവാസികളുടെ വിവാഹ ധനസഹായങ്ങളായാലും വീട് റിപ്പയറിംഗ് പോലെയുള്ള ആവശ്യങ്ങളായാലും വിദ്യാഭ്യാസ മേഖലയിലുള്ള സഹായങ്ങളായാലും സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് ഒരു ടീമായി വിജയത്തിലെത്തിക്കുവാൻ പൂർത്തീകരിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ വീട് പൊളിഞ്ഞിട്ടും കിടങ്ങ് വീട് ഇതായിട്ടും എല്ലാം പറഞ്ഞിട്ടും എല്ലാം വന്ന് നോക്കാനും പിടിക്കാനും എല്ലാത്തിനും നമ്മളൊന്നായിട്ട് തന്നെ എപ്പോൾ ഉള്ള പോലെ തന്നെ നമ്മൾ കാണുന്നു. പെൻഷനായാലും എല്ലാത്തിനും നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മളെ മുമ്പിൽ എത്തുന്ന പോലെ തോന്നുന്നുണ്ട്. മാജിദ ടീച്ചറെ കൊണ്ട് നമുക്കെല്ലാം അഭിപ്രായമാണ്. ഇതുവരെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. കിറ്റായിക്കോട്ടെ മറ്റെല്ലാ കാര്യങ്ങളിലും മാജിദ ടീച്ചർ തന്നെ മുന്നിട്ട് വന്നിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. കട്ടിലെല്ലാം തന്നിന് പിന്നെ എന്തുണ്ടെങ്കിൽ ഒരു സുഖമില്ല ഞാൻ വന്നു ചോദിക്കും, വിളിച്ചെല്ലാം ചോദിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. നമ്മളെ മനസ്സിലാക്കി ഇപ്രാവശ്യം ഓള് നിൽക്കണം എന്നാണ് നമ്മൾ നിർബന്ധം. കഴിഞ്ഞ 5 വർഷക്കാലം കഴിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണ സംതൃപ്തിയുണ്ട്. പ്രദേശവാസികളുടെ സഹകരണവും കൂടെയുള്ള കർമ്മസമിതിയുടെ സഹകരണവും എടുത്തു പറയേണ്ടതാണ്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.